Expectation of x and variance of x. എന്താണ് എക്സ്പെക്റ്റേഷൻ എന്നുള്ള ആദ്യം നോക്കാം. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് x1 etc x2 etc xn with corresponding probabilities p1 p2 etc pn, then expectation of x denoted by e of x is defined as x1 pn plus x2 p2 plus etc xn pn equal to sigma x into p of x. Expectation of x is the mean value of x. അപ്പോൾ എക്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം, റാൻഡം വേരിയബിൾ ആണ്. അസ്യൂമിങ് വാല്യൂസ് x1 x2 എക്സെട്ര xn. അപ്പോൾ നമ്മൾ സർട്ടൺ വാല്യൂസ് കൊടുത്തിരിക്കുകയാണ് റാൻഡം വേരിയബിളിന്. പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി p1 p2 എക്സെട്ര pn. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതായത് ഇ ഓഫ് എക്സ്. നമ്മൾ ഇ ഓഫ് എക്സ് എന്നാണ് കൊടുക്കുന്നത്. ഇ ഓഫ് എക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x1 p1 പ്ലസ് x2 p2 പ്ലസ് എക്സെട്ര xn pn, അതായത് ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ഇൻറ്റു അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. സോ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ പ്രോബബിലിറ്റിയോട് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയോട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. ഇതിനാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയാം. അതല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസിൻ്റെ മീൻ. ഓക്കെ, അടുത്തത് വാരിയൻസ്. വാരിയൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാലോ. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് x1 x2 എക്സെട്ര xn with corresponding probabilities p1 p2 etc pn, then variance of x is defined as sigma x square p of x minus expectation of x whole square. അതായത് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് തന്നിട്ടുണ്ടായിരിക്കും. വാരിയൻസ് കാണാനായിട്ട് അത് ചെയ്യുക, എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ചെയ്യുക. ഓരോന്നിൻ്റെയും റാൻഡം വേരിയബിളിൻ്റെ ഓരോ വാല്യൂസിൻ്റെയും എക്സ് സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ വാല്യൂ കാണാം, മൾട്ടിപ്ലൈഡ് ബൈ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാൻ നമുക്കറിയാം, ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് വാരിയൻസും എക്സ്പെക്റ്റേഷനും. മീനും വാരിയൻസ് ആണ് ശരിക്കും, അത് തന്നെയാണ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. റാൻഡം വേരിയബിളിൻ്റെ കേസിൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീൻ തന്നെയാണ്. ഓക്കെ, ദെൻ വാരിയൻസ്. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് പോകുന്നത്. അതിൽ രണ്ട് രീതിയിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ആ പേര് തന്നെയുണ്ട്. റാൻഡം വേരിയബിൾ ഈസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ് ഇഫ് ഇറ്റ് അസ്യൂംസ് ഓൺലി സർട്ടൺ സ്പെസിഫൈഡ് വാല്യൂസ് ഇൻ എ ഗിവൺ ഇൻ്റർവൽ. അതായത് ഡിസ്ക്രീറ്റ് വാല്യൂസും കണ്ടിന്യൂസ് വാല്യൂസും. ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്ത വാല്യൂസ് ഡിസ്ക്രീറ്റ് ആയിരിക്കും, അതായത് വ്യക്തമായിട്ട് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആയിരിക്കും. ലൈക്ക് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇത്തരത്തിലുള്ള വാല്യൂസിനെ നമ്മൾ ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് പറയും. ഓക്കെ, അപ്പം സീറോയും ഒക്കെ അതിൽ പെടും. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, 2 കോയിൻ ടോസ് ചെയ്തു അറ്റ് എ ടൈമിൽ, എന്നിട്ട് പറയാണ് റാൻഡം വേരിയബിൾ നമ്മൾ അസ്യൂം ചെയ്യാണ്. ഗെറ്റിംഗ് നമ്പർ ഓഫ് ഹെഡ്സ് അസ്യൂം ചെയ്യുന്നു. ഗെറ്റിംഗ് നമ്പർ ഓഫ് ഹെഡ്സ്. ഓക്കെ, 2 കോയിൻസ് നമ്മൾ അറ്റ് എ ടൈം ടോസ് ചെയ്യുന്നു, എന്നിട്ട് നമ്പർ ഓഫ് ഹെഡ്സ് കിട്ടുന്നതാണ് റാൻഡം വേരിയബിൾ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്തരം
കോമ്പിനേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം HH, HT, TH, TT, റൈറ്റ്. രണ്ടും ഹെഡ് വരാം, ഒന്ന് ഹെഡ് ടെയില്, ടെയില് ഹെഡ്, രണ്ടും ടെയില്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക നമ്പർ ഓഫ് ഹെഡ്സ്. രണ്ട് കോയിൻ ഒരേ ടൈമിൽ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹെഡ്സാണ് റാൻഡം വേരിയബിൾ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് 0 ഹെഡ് വരാം റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ, ദെൻ 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം. സോ ഇതാണ് മാക്സിമം വാല്യൂ. 0 സ്റ്റാർട്ടിങ് ഫ്രം 0, 1, 2. അപ്പോൾ ഇവിടെ വാല്യൂസ് എന്താണ്, ഡിസ്ക്രീറ്റ് ആണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒരു സർട്ടൺ സ്പെസിഫൈഡ് വാല്യൂസ്, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലെ സ്പെസിഫൈഡ് വാല്യൂസ് മാത്രമേ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്നുള്ളൂ. സോ അത്തരത്തിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ റാൻഡം വേരിയബിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് എക്സാമ്പിളാണ്. ഇനി ഞാനിവിടെ ഡീറ്റെയിൽ ആയി പറയുന്നില്ല, കാരണം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. ഇനി അടുത്തതാണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, if a random variable is assuming any real value in a given interval, say AB, then the variable is said to be continuous. ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എനി റിയൽ വാല്യൂ, ഏത് വാല്യൂ ആണെങ്കിലും എടുക്കാം റാൻഡം വേരിയബിൾ, അല്ലെങ്കിൽ ഏത് വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം. സോ അത്തരത്തിലുള്ള വാല്യൂസിനാണ് നമ്മൾ കണ്ടിന്യൂസ് വാല്യൂസ് എന്ന് പറയുക. അത് കണ്ടിന്യൂസ് വാല്യൂസ് എടുക്കുന്ന റാൻഡം വേരിയബിളിനെ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ എന്തു പറയും? കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഈസ് കോൾഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്ത് പറയും? കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിന് എക്സാമ്പിളാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ്. ഓക്കെ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇപ്പോൾ വാല്യൂസ് റിയൽ വാല്യൂസ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ, ഇപ്പോൾ സപ്പോസ് 1 to 3 ആണ് വിചാരിക്കാം ഇൻ്റർവെല്ല്. അപ്പോൾ അതിലെ എല്ലാ വാല്യൂസും, ഇപ്പം ഡിസ്ക്രീറ്റ് ആയിരുന്നു എന്നെങ്കിൽ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് 1, 2, 3 ആവുള്ളൂ. ഇവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഏത് വാല്യൂസും വരാം. ഇപ്പോൾ 1.1, 1.2, 1.3 ഇങ്ങനെ പോകും. റിയൽ വാല്യൂസ് ഏത് വേണമെങ്കിലും വരാം. സോ അത്തരത്തിലുള്ള റാൻഡം വേരിയബിളിനാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുക. സോ അത് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ.